ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോവയ്ക്ക കൊണ്ട് ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോടുകൂടിയ ഒരു കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക കഴുകി വൃത്തിയാക്കി ഇതേപോലെ നീളത്തിലും ഈ ഒരു കനത്തിലും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഒരു 10 കാഷ്നട്ട് ഞാൻ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കറിക്ക് കുറച്ച് പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ തൈര് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് റെഡിയാക്കി വെക്കാം. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2-3 ഗ്രാമ്പു, ഒരു ഏലക്കായ, ഒരു പീസ് കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വലിയ ജീരകവും പെരുംജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ജീരകം ഈ എണ്ണയിലൊന്ന് പൊട്ടി മൂത്ത് വരട്ടെ. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ നിറയെ വെളുത്തുള്ളി ചെറുതായിരിഞ്ഞും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5-6 അല്ലി വെളുത്തുള്ളി മതിയാകും. 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 പച്ചമുളക് കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൂടുതൽ പച്ചമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവോളയുടെ പച്ചമണം എല്ലാം മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അധികം എരിവില്ലാതെയാണ് ഈ കറി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഞാൻ ചേർത്ത പച്ചമുളകിനും അധികം ഒരു എരിവില്ലായിരുന്നു. ഇതാ പൊടികളെല്ലാം നല്ലപോലെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിലൊരു 2-3 കാഷ്നട്ട് അരഞ്ഞ് കിട്ടാനുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നമ്മൾ കറിയിലൊന്ന് കടിക്കാനായിട്ട് കിട്ടിക്കോളും. ഇനി അരപ്പ് ചേർത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ അരപ്പ് നല്ല പോലെ ഒന്ന് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ അരപ്പ് നല്ല പോലെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി മിക്സാക്കുക. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ അരപ്പ് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അരപ്പ് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മിനിറ്റ് സമയം ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് ഈ അരപ്പിൽ എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ നല്ല പോലെ അരപ്പ് വഴന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കോവയ്ക്കയും കൂടി ചേർത്തിട്ട് ഈ അരപ്പൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഈ അരപ്പ് വഴറ്റിയെടുക്കുന്ന കാര്യം ആരും സ്കിപ്പ് ചെയ്യരുത്, കാരണം അതാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത്. ഇപ്പോൾ ഇതാ ഈ കോവയ്ക്കയിലോട്ട് ആ മസാല അരപ്പും എല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ചു വരട്ടെ. ഇപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോവയ്ക്ക വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കോവയ്ക്ക വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഗ്രേവി നല്ല പരുവത്തിൽ കിട്ടുക. അല്ലെങ്കിൽ ഗ്രേവി ഒത്തിരി അങ്ങ് കുറുകി തിക്കായി പോവും, ഒത്തിരി അങ്ങ് വറ്റിപ്പോവും. അപ്പം ഞാൻ എന്താ കോവയ്ക്ക വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം എക്സ്ട്രാ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കോവയ്ക്ക് ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രേവിയും കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടാനുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. അപ്പം ഞാൻ എന്താ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല പോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പോലെ ഗ്രേവിയെല്ലാം കുറുകി കോവയ്ക്കെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എന്താ ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനായതുകൊണ്ട് ഈ ഒരു പരുവം കറക്റ്റാണ്. നിങ്ങൾ ഒത്തിരി അങ്ങ് തണുത്തൊരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗ്രേവിയോട് കൂടി വേണം റെഡിയാക്കാൻ. കാരണം ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായി പോകും.
ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് ചതച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പം പൊടിയായിട്ട് ചേർത്തന്നേ ഉള്ളൂ. കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയുടെ പരുവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പം ഗ്രേവി തിക്കായി പോയാലും കുഴപ്പമൊന്നുമില്ല. അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം, തണുത്ത വെള്ളം ചേർക്കരുത്, കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്